എങ്ങനെ എളുപ്പത്തിൽ കൊത്തുചക്കത്തോരൻ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വിഷയം. ഇതെന്റെ അനുഭവത്തിൽ കിട്ടിയതാണ്. ആദ്യം കൊത്തുചക്ക എടുത്ത് അതിന്റെ ക്ലീൻ ചെയ്ത് എടുക്കുക. അതിനുശേഷം ചെറിയ കഷ്ണങ്ങളാക്കി പ്രീതി സോഡിയാക് മിക്സർ അല്ലെങ്കിൽ നിങ്ങളുടെ പക്കലുള്ള ഏതെങ്കിലും ഒരു ചോപ്പറിലിടുക. ദേ നോക്ക്, കൊത്തുചക്ക റെഡി. ഇനി കുറച്ച് തേങ്ങ, മുളക് പൊടി, ജീരകം, ഓപ്ഷണൽ വെളുത്തുള്ളി, ഉള്ളി കേട്ടോ ചേർത്ത് ചതച്ചെടുക്കുക. അടുത്തതായി ഗ്യാസ് ഓൺ ചെയ്ത് അടി കുറച്ച് കനമുള്ള പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പാൻ ചൂടാവണേ. കടുക്, ഉഴുന്ന്, പരിപ്പ് ഇവയിട്ട് ഒന്ന് വറുക്കുക. കുറച്ച് കരിവേപ്പില ഇട്ടുള്ളൂ കേട്ടോ, നല്ല മണം വരും. കൊത്തുചക്ക ദാ ഇതേപോലെ നല്ല ഒരേപോലെ നീളം വീതിയുള്ള നമ്മുടെ ഐറ്റം ചോപ്പറിൽ എടുത്തു കേട്ടോ. പാനിലിട്ട് ഒന്ന് ഇളക്കി വെള്ളം ഒഴിച്ച് വേവിക്കുക. പിന്നീട് അതിലേക്ക് കുറച്ച് കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കി ഒരു 7 മിനിറ്റ് അതിനങ്ങ് മൂടി വെക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്തോണേ. 7 മിനിറ്റ് ശേഷം വന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല സുഖമായിട്ടുള്ള കൊത്തുചക്ക നന്നായിട്ട് വെന്തിരിക്കും. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച് തേങ്ങ, ജീരകം, കരിവേപ്പില, വത്തൽമുളക് അല്ലെങ്കിൽ മുളക് പൊടി, പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടമുള്ളത് ഇട്ടോണം എരിവിന്. അതിനെ ഇട്ട് അങ്ങോട്ട് ഇളക്കുക. ഇളക്കുമ്പോഴത്തേക്ക് നല്ല ഒരു മണം വരും. ആ മണത്തിൽ തന്നെ നമുക്ക് ചോട് എടുത്തിട്ട് അതിലേക്ക് അങ്ങനെ പറയാൻ വാക്കുകളൊന്നുമില്ല കേട്ടോ. ദാ എല്ലാം ഇട്ട് കഴിഞ്ഞു, ഇളക്കി കഴിഞ്ഞു. ഇനി ഒരു 3 മിനിറ്റ് ആ പച്ചമണം പോകുന്നത് വരെ തേങ്ങയുടെ ഇളക്കുക. ഇത്തിരി കരിവേപ്പില അതിൻ്റെ മുകളിലേക്ക് ഇടുക, മൂടുക, ഗ്യാസ് ഓഫ് ചെയ്യുക. പണി തീർന്നു. ഈ ടിപ്പ് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെ ഇനി പലതും എൻ്റെ അനുഭവത്തിൽ കിട്ടിയതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ബെല്ലൈക്കോൺ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തേക്കണേ. ഓക്കെ.